ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായി കൊല്ലപ്പെട്ടതായി ഇസ്രായേലി മാധ്യമങ്ങൾ. ഏതാനും ദിവസങ്ങളായി ഈ വിഷയം തന്നെയാണ് പ്രാധാന്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പത്രവും മീഡിയയും ചർച്ച ചെയ്യുന്നത്. അതിനാസ്പദമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചില സോഷ്യൽ മീഡിയയിലാണ് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ നേതൃത്വവുമായിട്ട്, അതായത് ഇറാൻ്റെ ഭരണകൂടവുമായി ആത്മീയ നേതാക്കൾക്ക് ഒരു ബന്ധവുമില്ലെന്നും രണ്ട് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം നേതൃത്വത്തിൻ്റെ ബന്ധമില്ലായ്മ എന്ന് പറയുമ്പോൾ അവരുടെ നേതാവിനെ കാണാനില്ല, അത് മറഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് അഭയം തേടിയിരിക്കുന്നു, അതുമല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് മീഡിയകളും പത്രങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് അത് വിപുലമായിരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും വ്യത്യസ്ത തരത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനെ വിപുലമാക്കി. ഇന്ന് ഇസ്രായേലി പത്രങ്ങൾ പറയുന്നു എന്ന തരത്തിൽ ലോകാടിസ്ഥാനത്തിൽ അത് വലിയ പ്രാധാന്യമുള്ള ചർച്ചയായി മാറിയിരിക്കുന്നു. അഥവാ നേതൃത്വ നിര അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതും സൈനിക വിഭാഗങ്ങൾ അവർക്ക് തോന്നിയ പോലെയുള്ള ആക്രമണമാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചും മറ്റും ചെയ്യുന്നത് എന്നുള്ളത്. ഇറാൻ ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതാണ്. കാര്യം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുക, അഥവാ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പം തന്നെ അവർ തോൽവി സമ്മതിച്ചിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു യുദ്ധം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഥവാ തങ്ങൾ ഇസ്രായേലിൻ്റെ അസ്തിത്വം തകർക്കുന്ന രീതിയിലുള്ള അനിയന്ത്രിതമായിരിക്കുന്ന ആക്രമണ പരമ്പര ആ രാജ്യത്തിന് നേരെ തങ്ങൾ നടത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അവർ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ട രാജ്യമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമിയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. മുൻപ് എങ്ങനെയാണോ ആ ഭൂമി ഉണ്ടായത്, സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇസ്രായേലിലെ ജൂതന്മാർ അറേബ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും വിരോധങ്ങളൊന്നുമില്ല. അത് തുർക്കിയിലുണ്ട്, ഇറാനിലുണ്ട്. 2% ജൂതന്മാർ ഇറാനിലുണ്ട്, അവിടെ ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഒരു പരാതിയുമില്ല. അവരവരുടേതായിരിക്കുന്ന മത ആചാര അനുഷ്ഠാന പ്രകാരം രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാത്ത രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം തകർന്നാൽ അവിടെ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യ സംവിധാനം ഇല്ലാതെയാവും. അപ്പോൾ പിന്നെ പാലസ്തീനകത്ത് അവർക്ക് ജീവിക്കാം. ആ ഒരു സാഹചര്യങ്ങൾ വരുത്താനുള്ള കഠിനമായിരിക്കുന്ന ശ്രമം ഞങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണെന്നും അത് ഏറെക്കുറെ പ്രാബല്യത്തിൽ വരുത്താൻ ആയിട്ടുണ്ട് എന്നും ഇറാൻ പറയുന്നു. പല ഘട്ടങ്ങളിലും മുജ്തബ ഖംനായിയുടേതാണെങ്കിലും അത് മരണപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ഖംനായുടെ ആയത്തുള്ള അലി ഖംനായുടേതാണെങ്കിലും അതിനു മുൻപ് ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന ആയത്തുള്ള അലി ഖുമേനിയുടേതാണെങ്കിലും ഉറച്ച നിലപാടാണ്. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആത്മീയ നേതാവ് മുജ്തബ ഖംനായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാത്തത്, രംഗത്ത് വരാത്തത്. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ രംഗത്തില്ല. അവരുടെ പാർലമെൻറ്റ് നെസറ്റ് എന്ന് പറയുന്ന പാർലമെൻറ്റ് പോലും കൂടുന്നത് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ്, ഭൂമിക്കടിയിലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മേലെ ഇസ്രായേൽപ്പെട്ട ഒരു മന്ത്രിമാരും ഒരു സംവിധാനങ്ങളും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സുരക്ഷിതരല്ല. ഭയപ്പെട്ടുകൊണ്ട് ഒളിസങ്കേതത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇസ്രായേലിനുള്ളത്. അത് ഇന്നലെ മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം അവിടെ നടത്തിയിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയുടെ ഈ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റും രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള എല്ലാവരും ഇതിനെ അനുഗമിച്ചിട്ടുണ്ട്. ആചാരകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ട്. മതപരമായ രീതിയിലുള്ള എല്ലാ കാര്യത്തിനും അവരാണ് മേൽനോട്ടം വഹിച്ചത്. ഞങ്ങൾ പുറത്തല്ല, ഞങ്ങൾ അകത്തല്ല, ഞങ്ങൾ പുറത്താണ്. പബ്ലിക്കിലെ ജനങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറയുന്നത്. പൊടുന്നനെ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും തരത്തിലൊരു ആഭ്യന്തര വിഷയങ്ങളോ പ്രക്ഷോഭങ്ങളോ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാവാൻ ഒരുപക്ഷെ ഇത് വഴിയൊരുക്കുകയാണെങ്കിൽ അത് ഉചിതമാണ് എന്ന തരത്തിലാണ്. കാര്യം ഇതിന് മുൻപ് വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. രാജ്യത്തിൻ്റെ അകത്ത് സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളും പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രക്ഷോഭം നടന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു, ജനകീയ പ്രക്ഷോഭമായി. അങ്ങനെ ആ പ്രക്ഷോഭം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 32 പ്രവിശ്യയിലും വ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് അവിടെ
ഡിസംബർ 28-ന് അയത്തുള്ള അലി ഖംനായെ കൊല്ലുന്നു, കൂടെ ഉണ്ടായിരുന്ന സൈനികരെ കൊലപ്പെടുത്തുന്നു, ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതി. ആ സമയത്താണ് അവിടെ പെൺകുട്ടികൾ പഠിക്കുന്ന ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ സ്കൂളിൽ ബോംബിടുന്നത്. 168ഓളം കുട്ടികൾ ഒരേ സമയത്ത് 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ 2 സംഭവങ്ങളും രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിൽ കോളിളക്കമുണ്ടാവുകയും രാജ്യത്തിന് നേരെ ശത്രുപക്ഷത്തിൽ നിന്ന് വരുന്ന ആക്രമണത്തെ സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കണമെന്ന് ജനങ്ങൾ ഒന്നടങ്കം സർക്കാരുമായി ചേർന്നുകൊണ്ട് പറയുകയും ചെയ്തു. അന്ന് തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോഴും, അന്ന് തുടങ്ങിയിരിക്കുന്ന ഇസ്രായേലിനെതിരെയുള്ള സമരം അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇസ്രായേലും ഇറാനും ശാന്തമാണ്. പക്ഷേ ഇറാനും അമേരിക്കയും ശാന്തമല്ല. അമേരിക്ക എങ്ങനെയാണെങ്കിലും ഒതുങ്ങിപ്പോവും, അത് അവസാനിക്കും എന്ന കാര്യം സംശയം. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് പിന്നീട് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. മുൻപ് ഇറാൻ ആ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, മിസൈലുകൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ പരീക്ഷണം അങ്ങനെ തന്നെയാണ്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്ന. 1900 കിലോമീറ്റർ എത്തുന്ന സമയത്ത് ഇസ്രായേലിലെത്തും. പിന്നീട് മർമ്മപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് 50 മുതൽ 100 കിലോമീറ്ററാണ് അതിൻ്റെ ഏകദേശ കണക്ക്. ഈ മേഖല അപ്പാടെ വിഴുങ്ങാൻ പാകത്തിലുള്ള ദൂരപരിധിയുള്ള മിസൈലുകൾ ആരുടെ കയ്യിലുണ്ട്? ഇറാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് അറിയാം. അങ്ങനെ 2ാം ഘട്ടത്തിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന തരത്തിലൊരു പരീക്ഷണമാണ് മുസ്തഫ ഖംനായി കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചാരണം. യാതൊരു അടിസ്ഥാനമില്ലെന്നും അവർ കുളത്തിലെ തവളകളെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ എവിടെയും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല. ഇനി 2ാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ മറുപടിയൊക്കെ പറയുന്നത് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന മസൂദ് പെഷഷ്കിയാൻ തന്നെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു ഖംനായി കൊല്ലപ്പെട്ടത് കൊണ്ട് ഇവിടെ ഇറാനിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന മസൂദ് പെഷഷ്കിയാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു പ്രസിഡന്റ് വരും, അത്രേ അതിലുള്ളൂ. ഇതിനു മുൻപ് ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ ഇറാൻ്റെ പ്രസിഡന്റ് അസർബൈജാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. പകരം തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ഞാൻ അധികാരത്തിലേറും, എൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്തൊരാൾ വരും, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ട പുതിയൊരാൾ വരും, അത്രേ അതിൽ വിഷയമുള്ളൂ. ആയത്തുള്ള അലി ഖുമൈനി ആണെങ്കിലും ആയത്തുള്ള അലി ഖംനായി ആണെങ്കിലും മുസ്തഫ അലി ഖംനായി ആണെങ്കിലും ഇവർ കൊല്ലപ്പെട്ടാൽ പുതിയൊരാൾ വരും. അങ്ങനെ 4-5 തലമുറയെ ഞങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു ഇസ്രായേലിനും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിന് ഇറാൻ്റെ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന മറുപടി. അപ്പോൾ അതുകൊണ്ട് നേതൃത്വ നിരയിൽ ഇല്ലാതാകുന്നത് കൊണ്ടോ അപ്രത്യക്ഷമാകുന്നത് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഗുണപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ വിഷയങ്ങൾ അവസാനിക്കും എന്ന് ഇസ്രായേൽ കരുതണ്ട എന്നുള്ളതും ഇസ്രായേലും അമേരിക്കയും കരുതണ്ട എന്നുള്ളതുമാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും പലതരത്തിൽ വ്യാജ റിപ്പോർട്ടുകളും വ്യാജമായിരിക്കുന്ന ഈ ന്യൂസുകൾ പ്രചരിപ്പിക്കും. അതിൽ സദ്ദാം ഹുസൈനെ പിടികൂടിയ നമുക്കറിയാം ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2003 ആ കാലഘട്ടത്തിൽ. എന്നാൽ പിടികൂടുന്നതിന് മുമ്പ് തന്നെ പിടികൂടിയിട്ടുണ്ട് എന്ന് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ സൈനികരാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കാണുന്നില്ല എന്നതും രാജ്യം വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതും ആ തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, പ്രധാനമന്ത്രിയാണ്, സൈനിക കമാൻഡറാണ്, സമ്പൂർണ്ണമായിരിക്കുന്ന സർവാധികാരം ഒരു രാജ്യത്തിനുള്ള ഭരണാധികാരിയാണ്. അപ്പോൾ അയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും, പ്രത്യേകിച്ച് സൈനികർക്കിടയിൽ. തങ്ങളുടെ നേതാവ് തന്നെ പിടിക്കപ്പെട്ടു പോയി അല്ലെങ്കിൽ കീഴടങ്ങി എന്ന് പറയുന്ന സമയത്ത് ഇനി തങ്ങൾക്ക് രക്ഷയില്ലെന്ന് മാനസികപരമായ രീതിയിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ സൈനികർക്ക് തോന്നിയാൽ പിന്നീട് യുദ്ധം പരാജയപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഒരുപാട് കാലുമാറ്റങ്ങൾ, കൂറുമാറ്റങ്ങൾ, കാണാതായവർ പിന്നീട് ഈ ഹെലികോപ്റ്റർ മുഖാന്തരം അല്ലെങ്കിൽ പാരച്യൂട്ട് മുഖാന്തരം അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്, അമേരിക്കയിൽ പൗരത്വം നൽകിയത് വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് ആ യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടമൊക്കെ ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: മുസ്തഫ ഖംനായി കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ഇറാനൊന്നും വരാൻ പോകുന്നില്ല, പുതിയൊരാൾ തിരഞ്ഞെടുക്കും. ഇതേ സംവിധാനം, ഇതൊരു ആശയമാണ്, ഇതൊരു നിലപാടാണ്, ഇതൊരു സമീപനമാണ്. ആ നിലപാടിൽ നിന്നും സമീപനത്തിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഇറാൻ്റെ പ്രസിഡന്റിനോ ഇറാൻ്റെ ഭരണാധികാരികൾക്കോ സാധിക്കില്ല. ഒരാൾ പോയാൽ അടുത്ത ആൾ വരും, അയാൾ പോയാൽ പുതിയൊരാൾ വരും. ഈ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളെല്ലാം
കൃത്യതയോടുകൂടി തന്നെ ഇറാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം.